ഇപ്പോൾ ശ്രീ സേനാപതി വേണു കൂടി അങ്ങനെയുള്ള ശ്രീ സേനാപതി തർക്കങ്ങൾ വേണു, ഇന്ത്യ സഖ്യം ഒരു വലിയ നേട്ടം കൈവരിച്ച ഒരു ദിവസമാണ്. ഇത്രയും വലിയ യോജിപ്പ് അത് മാസങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. ഭിന്നിച്ചു പോയി, വിഘടിച്ചു പോയി എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് ഇങ്ങനെയൊരു യോജിപ്പ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കർണാടകത്തിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. കാരണം ബംഗളൂരു സെൻട്രലിലെ മഹാദേവ്പുരയാണ് ഈ വോട്ടർ പട്ടിക ക്രമക്കേടിന് ഉദാഹരണമായി രാഹുൽ ഗാന്ധി വലിയൊരു റിസർച്ച് നടത്തിയതിനു ശേഷം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. അതിലൊരു കാര്യത്തിൽ ആദ്യം തന്നെ പൊളിഞ്ഞടുങ്ങി. അത് ഈ മഹാദേവ്പുരയിൽ 7 മണ്ഡലങ്ങളായിരുന്നു. ബാംഗ്ലൂർ സെൻട്രലിലെ 7 മണ്ഡലങ്ങളിൽ 6ലും കോൺഗ്രസ്സാണ് മുന്നിട്ട് നിന്നത്. പക്ഷേ ഈ മഹാദേവ്പുരയിൽ മാത്രം വലിയ ലീഡ് നേടിക്കൊണ്ട് BJP ബാംഗ്ലൂർ സെൻട്രൽ പിടിച്ചെടുക്കുകയായിരുന്നുവെന്ന്. അതവിടെ 8 മണ്ഡലങ്ങളാണ്, നിയമസഭാ മണ്ഡലങ്ങളാണ് ബംഗളൂരു സെൻട്രലിൽ ഉള്ളത് എന്ന് കണക്കുകൾ തന്നെ അങ്ങനെയാണല്ലോ. ബംഗളൂരു സെൻട്രലിൽ 8 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതുമാത്രമല്ല 6-1 എന്ന ക്രമത്തിലൊന്നുമല്ല, അവിടെ തുല്യ ലീഡാണ് മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ BJPക്കും കോൺഗ്രസിനും ഉള്ളത്. പക്ഷേ മഹാദേവ്പുരയിലെ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലീഡാണ് BJPക്ക് കിട്ടിയത്. 1,10,000-ലേറെ വോട്ടുകളുടെ ലീഡ് കിട്ടുകയും ചെയ്തു. അതിലാണ് ഈ 1,00,000-ൽ പരം വോട്ടുകൾ, 1,00,000-ൽ നിന്ന് ഒരു 250 വോട്ടുകളോടെ കൂടുതൽ, അത്രയും വോട്ടുകൾ അത് ഫേക്ക് വോട്ടുകളാണ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത്. പക്ഷേ അവിടെ കർണാടകത്തിലെ മന്ത്രി തന്നെ ഉന്നയിച്ചിരിക്കുന്നത് നമ്മുടെ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണല്ലോ ഇങ്ങനൊരു കരട് വോട്ടർ പട്ടിക അന്ന് വന്നത്, അന്ന് എന്തുകൊണ്ട് എതിർത്തില്ല എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ കേരളത്തിലും ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുകയും വോട്ടർ പട്ടികയിൽ നിന്ന് ഫേക്ക് വോട്ടേഴ്സിനെ മാറ്റുകയും അങ്ങനെ ശുദ്ധീകരിക്കുകയും ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ആരോപണം നിങ്ങൾ ഉന്നയിച്ചത് LDF സർക്കാരിനെതിരെയായിരുന്നു. സർക്കാരിൻ്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചേർത്തു എന്നാണ്. അപ്പോൾ ആ ഒരു അതേ കാര്യം തന്നെയല്ലേ കർണാടകത്തിൽ നിങ്ങളുടെ മന്ത്രി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ദേശവ്യാപകമായി രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഈ ഒരു വലിയ ക്യാമ്പയിൻ അത് പൊളിയുന്ന രീതിയിലായിപ്പോയല്ലോ കർണാടകത്തിലെ നിങ്ങളുടെ മന്ത്രിയുടെ പ്രതികരണം. അല്ല മഞ്ജുഷേ, അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കലും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും എനിക്കിത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംസ്ഥാന ഇലക്ഷനും കേന്ദ്ര ഇലക്ഷനും ഈ ഉദ്യോഗസ്ഥന്മാർ സമ്പൂർണ്ണമായി ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണ്. അവിടെ സംസ്ഥാന ഗവൺമെന്റിന് ഒരു തഹസിൽദാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പോലും പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഉത്തരവ് വരികയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ. കാരണം ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും ഒന്ന് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്, വേറൊരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും ഇതിൽ ഭാഗഭാക്കല്ല. അത് മോഹൻ വർഗീസ് സാർ അറിയാം, ഇവിടെ ഇരിക്കുന്ന ഈ പാനലിസ്റ്റുകൾ ബാക്കി എല്ലാവർക്കും അറിയാം. ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വോട്ടർ പട്ടികയുടെ പുതുക്കല്, അതല്ല എങ്കിൽ ഇതില് പുതിയതായ ആളുകളെ ചേർക്കല്, ഇതെല്ലാം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് അവിടെ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് അവരാണ്. പിന്നെ സംസ്ഥാന ഗവൺമെന്റിന് അവിടെ പ്രത്യേകമായ അധികാരമില്ല. ഇല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സംസ്ഥാന ഗവൺമെന്റിന് പ്രത്യേക നിയന്ത്രണങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം അവർ സമ്പൂർണ്ണമായിട്ടും അവിടെ കളക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത്, ചില കളക്ടർമാർ ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ അവരെ മാറ്റുന്നത്, ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ വളരെ ഒരു പരമാധികാര കേന്ദ്രമായി നിന്നുകൊണ്ടാണ് പലപ്പോഴും ഞാനിത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി, അവര് കർണാടകത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നവരാണ്, കർണാടകത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്, അവർക്ക് നിരവധിയായ MLA-മാർ, തൊട്ട് ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവിടുത്തെ ഭരണകക്ഷിയാണ്. അപ്പോ അവര് ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്, ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട്, അപ്പൊ ചോദിക്കും ഉദ്യോഗസ്ഥന്മാര് സംസ്ഥാന ഗവൺമെന്റിന്റെ ആണ്, നിശ്ചയമായിട്ടുമാണ്. പക്ഷേ വോട്ടർ പട്ടിക പുതുക്കല്, ഈ പ്രക്രിയയെല്ലാം അതിന്റെ ഡയറക്ഷൻ കൃത്യമായും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അവർ കൊടുക്കുന്ന ആ നിർദ്ദേശപ്രകാരമാണ്. ഇവിടെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ കർണാടക മന്ത്രിക്ക് ഇത് അറിയാൻ വയ്യ എന്നുള്ളതാണോ? ആ സമയത്ത് നമ്മൾ ഭരിക്കുന്ന സമയമാണെന്ന് ഞാൻ മറ്റൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ താങ്കൾ മത്സരിച്ച മണ്ഡലത്തിൽ അവിടെയും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ, താങ്കൾ തന്നെ അത് ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഉടുമ്പൻചോലയിൽ അവിടെയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വോട്ടർമാരെ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്ന രീതിയുണ്ട്. ഇരട്ട വോട്ട് എന്നുള്ള കാര്യം ഇല്ലേ, അത് അതിർത്തി മണ്ഡലങ്ങളിൽ അങ്ങനെ ഉള്ളതാണല്ലോ. തമിഴ്നാട്ടിലും വോട്ടുണ്ടാവും, ഇവിടെയും വോട്ടുണ്ടാവും. അല്ല, ഇതിൽ ഇങ്ങനെ വരുമ്പോൾ ആ സമയത്ത് ആരോപണം ഉന്നയിക്കുന്നത് ഭരിക്കുന്ന സർക്കാരിനെതിരെയാണ്. അല്ലാതെ ഇവിടെ കേരളത്തിൽ ആരും BJPയെ അതിനെതിരെ അത് BJP ആണ് വോട്ട് ചേർത്തത് എന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഞാൻ 1109 വോട്ടിന് തോറ്റ ഒരാളാണ്. ഒരു 3000-ലധികം വോട്ട്, അത് അവർക്ക് ഇവിടെ വോട്ടുണ്ട്, തമിഴ്നാട്ടിൽ വോട്ടുണ്ട്. അവർ തമിഴ്നാട്ടിൽ വോട്ട് ചെയ്യും, ഇവിടെ വോട്ട് ചെയ്യും, ഇരട്ട വോട്ട്. അത് സംഘടിതമായിട്ട് ഇലക്ഷൻ ദിവസം വരികയാണ്, വാഹനങ്ങളുമായിട്ട് വരുന്നു, അവര് വിവിധ ബൂത്തുകളിൽ പോകുന്നു, വോട്ട് ചെയ്യുന്നു, അവർ തിരിച്ചു പോകുന്നു. പിന്നെ അവരെ കാണുന്ന 5 കൊല്ലത്തിന് മുമ്പാണ്. ഇരട്ട വോട്ട് എന്ന ആ ഒരു പ്രതിഭാസം, ആ ദുരന്തത്തിന് ഇരയായ ഒരാള് എന്ന നിലയിൽ ഞാൻ പറയുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
ഇരട്ടയോട്ടല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതായത് തെറ്റായ അഡ്രസ്സിൽ 40,009 ഇരട്ട വോട്ടും ഉണ്ട്. അതിനകത്ത് 5 തരത്തിൽ വോട്ട് ചേർത്തുണ്ട്. 5 തരത്തിൽ വോട്ട് ചേർത്തുണ്ട്. ഇരട്ട വോട്ടുണ്ട്. അതാണ് ഏറ്റവും മുകളിൽ ഫസ്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇരട്ട വോട്ട്, ഫേക്ക് വോട്ട്, ഈ തെറ്റായ അഡ്രസ്സിൽ ചേർത്തിരിക്കുന്ന കാര്യം. തെറ്റായ അഡ്രസ്സിൽ അങ്ങനെ വന്ന് 5 തരത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഇരട്ട വോട്ടുണ്ട്. ഇരട്ട വോട്ടുണ്ട്. അതാണല്ലോ അദ്ദേഹം ഒരേ ഫോട്ടോയിൽ തന്നെ 2 തവണയും 4 തവണ വരെ ചേർത്തിരിക്കുന്നത് കാണിക്കുന്നു. ഒരേ പേര് ചേർത്തിരിക്കുന്നത് കാണിക്കുന്നു. അതൊക്കെ ഇരട്ട വോട്ടാണല്ലോ. ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇരട്ട വോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത്, ഇരട്ട വോട്ട് വരുന്ന സമയത്ത് അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ്, അതിൽ തന്നെ 11,965 ഉണ്ട്. ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സിലുള്ളതുണ്ട് 40,009 ഉണ്ട്. അങ്ങനെ കണക്ക് വന്നാണ് ഈ 1,250,000 കണക്ക് അദ്ദേഹം പറഞ്ഞത് അല്ലേ? നോക്കിയാൽ അങ്ങനെയാണ് അതിന്റെ വരുന്നത്. പിന്നെ ഫോം 6-ൽ മാനിപ്പുലേഷൻ വരുത്തിയുള്ള കാര്യം, മിസ്യൂസ് ചെയ്തുകൊണ്ടുള്ള കാര്യം വരുന്നത് 33,000-ഓളം. അങ്ങനെ ഇൻവാലിഡ് വോട്ട്സ് ഉണ്ട് 4,132. അപ്പൊ ഇതെല്ലാം ഈ 5 തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇതെല്ലാം ഒറ്റ ആളുകൾ, ഒറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾക്കും ചേർക്കാമല്ലോ, കോൺഗ്രസ്സുകാരും ചേർത്തിട്ടുണ്ടാവും. മഞ്ജുഷ്, ഞാൻ പറഞ്ഞത് കർണാടകത്തിൽ കോൺഗ്രസും ഒരു ഭാഗത്ത് കോൺഗ്രസും മറുഭാഗത്ത് ബി.ജെ.പിയുടെ സഖ്യകക്ഷികളും. ഒരു രാഷ്ട്രീയ പാർട്ടി മനഃപൂർവ്വമായി, പ്രത്യേകിച്ച് ഭരണത്തിൽ ഇല്ല എങ്കിൽ പോലും ഉദ്യോഗസ്ഥർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരെ സഹായിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണെങ്കിൽ ഒരു സംശയവും വേണ്ട, തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒക്കെ വിപുലമായ രീതിയിലുള്ള അട്ടിമറികൾ നടത്താനായിട്ട് നമുക്ക് കഴിയും. എല്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിൽക്കണമെന്നില്ല. അത് കേരളത്തിൽ ഇങ്ങനെ ഫേക്ക് വോട്ടുകൾ ചേർക്കുമ്പോൾ, കേരളത്തിൽ ഇതേ ഗണത്തിലുള്ള വോട്ടുകൾ ചേർക്കുമ്പോൾ ആരാണ് അതിന് ഉത്തരവാദി? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ഉത്തരവാദി, അതോ സംസ്ഥാനത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആയിരിക്കുമോ അങ്ങനെ വോട്ട് ചേർക്കുക? അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണം. കേരളത്തിൽ കള്ളവോട്ട് ചേർക്കുന്നത്, കള്ളവോട്ട് ചെയ്യുന്ന ഒറ്റ പാർട്ടിയുള്ളത് VPP മുസ്തഫയുടെ പാർട്ടിയാണ്. ഈ മരിച്ച ആളുകളെയും വ്യാജ ആളുകളെയും ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളത് അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് CPM ആ കാര്യം നടത്തുന്നു. CPM ആവുന്നു. ആറ്റിങ്ങലിലൊക്കെ അങ്ങനെയാണല്ലോ. ആറ്റിങ്ങലിൽ ഏതാണ്ട് 60,000-ഓളം വോട്ടുകൾ നീക്കം ചെയ്തു. അടൂർ പ്രകാശിന്റെ വിജയം അതുകൊണ്ടാണ് ഉണ്ടായത് എന്നും ആ സമയത്ത് അങ്ങനെ ഒരു വിലയിരുത്തൽ പോലും ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിൽ ഈ CPM വോട്ട് ചേർത്തതെല്ലാം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ സപ്പോർട്ടോടു കൂടിയായിരുന്നു? അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. സാങ്കേതികമാണ് ഞാൻ ചോദിച്ചത്. ഒറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമാണോ ഇതിന് തുനിഞ്ഞിട്ടുള്ളത് എന്നാണ്. ഇവിടുത്തെ കേരളത്തിലെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കർണാടകത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു. ആ സമയത്ത് കോൺഗ്രസിന് ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന്റെ അടുത്ത് സ്വാധീനമുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ആർക്കായിരിക്കും കൂടുതൽ അങ്ങനെ വോട്ട് ചേർക്കുവാനുള്ള അവസരം ഉണ്ടാവുക എന്നാണ് ഞാൻ ചോദിച്ചത്. BJPയുടെ സംഘടനാ ശക്തി ഒട്ടും മോശമല്ല. ഏറ്റവും നല്ല സംഘടനാ ശക്തി ഉള്ളവരാണ് കർണാടകത്തിൽ BJP. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട് താങ്കളുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരാൾ മാത്രമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ 1,250,000 ഒറ്റയാൾ ചേർത്ത ഫേക്ക് വോട്ടുകളായിരിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്. വളരെ സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. ആ ശ്രമം നടത്തിയത് ഇവിടെ രാജണ്ണ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം ഇത് എന്തുകൊണ്ട് സമയത്ത് കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളത് വളരെ ഒരു പോരായ്മയാണ്. ആ പോരായ്മയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നില്ല എന്നുള്ളതല്ല രാജണ്ണ പറഞ്ഞത്. അത് സമയത്ത് കണ്ടെത്താനും സമയത്ത് കണ്ടെത്തി അതിനെ ഇല്ലായ്മ ചെയ്യുവാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് അത് ഒരാൾ മാത്രമായിരിക്കില്ല അത് ചേർത്തിരിക്കുന്നത് എന്നതാണ്. രാജണ്ണയുടെ ഈ വാക്കുകളിലൂടെ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം ഒരു ബാക്ക് ഫുട്ടിലേക്ക് ആയിട്ടുണ്ട്. ശ്രീ VPP മുസ്തഫ, താങ്കൾ എങ്ങനെ